കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദുഃഖാന തിരുനാളിൽ വചനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആ വചനത്തിൽ വിശ്വസിക്കുന്ന, ആ വചനത്തെ ഏറ്റെടുത്ത സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഓരോ യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ സകലരെയും അനുഗ്രഹിക്കണമേ. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഇവർക്ക് അനുഭവിക്കാൻ കഴിയണമേ. രോഗികൾ സൗഖ്യമാകുന്ന അനുഭവം ഇന്നുണ്ടാകണമേ. പ്രതിസന്ധികൾ മാറുന്ന അനുഭവങ്ങൾ ഇന്നുണ്ടാകണമേ. ദൈവം ഇടപെടുന്ന വലിയ അനുഭവങ്ങൾ ഇന്നുണ്ടാകണമേ. ദൈവത്തിൻ്റെ കരം ചലിക്കുന്ന വലിയ അനുഭവങ്ങൾ ഉണ്ടാകണമേ. ദൈവത്തിൻ്റെ ഇടപെടലുകൾ ആ പ്രതിസന്ധിയിൽ, ആ വഴക്കിനകത്ത്, ആ വഴക്ക് ഭിന്നിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകണമേ. രോഗങ്ങൾ അത്ഭുതകരമായി സൗഖ്യമാകട്ടെ. ദൈവത്തിൻ്റെ കരം അവരുടെ മേൽ ശക്തമായി ഇന്ന് വരുന്ന അനുഭവം ഉണ്ടാകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആ കടബാധ്യത മാറാൻ, ആ സ്ഥലം വിൽക്കാൻ, ആ ജോലി ലഭിക്കാൻ, ആ PR ലഭിക്കാൻ, ആ രാജ്യത്ത് സ്ഥിരതയോടെ ജീവിക്കാൻ എല്ലാ വഴികളും ദൈവം തുറന്നു തരുന്ന അനുഭവം ഉണ്ടാകട്ടെ. കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി നടക്കുന്നത് അനുഭവിക്കാൻ ഇടയാകട്ടെ. ഈ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്നവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടെയുള്ള ഓരോ ശുശ്രൂഷകളും ഓരോ അനുഗ്രഹത്തിൻ്റെ വാതിലുകളായി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മുപ്പെത്താത്ത മരണം, അപകടങ്ങൾ, ചതികൾ, വഞ്ചനയിൽ, നിരാശയിൽ നിന്ന്, കുറ്റബോധത്തിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും തരണമേ. ഒരാപത്തോ അപകടമോ ദുർമരണങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഉണ്ടാകാതെ കാത്തുകൊള്ളണമേ. എല്ലാ വിധത്തിലും ദൈവികമായി ഞങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. ഈ വചനം കേൾക്കുന്നവരെയും ഇത് സ്വീകരിച്ചവരെയും ഇത് അയച്ചു കൊടുത്തവരെയും ഷെയർ ചെയ്തവരെയും അനുഗ്രഹിക്കണമേ. ഈ സുവിശേഷ വേലയിൽ പങ്കാളികളെ സകലരെ അനുഗ്രഹിക്കണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം